അവർ 5ഉം 6ഉം ആളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ അടിച്ചിട്ടൊക്കെ പറഞ്ഞയക്കും. പെട്ടെന്നൊരു ഓട്ടോ വന്ന് നിന്ന് എന്നെ അതിനകത്ത് വലിച്ചു കയറ്റി കൊണ്ടുപോയി. കടപ്പുറം കൊണ്ടുപോയിട്ട് അവർ ശരിക്കും ആ കടപ്പുറത്ത് പൂഴിയിലിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് ഈ മുല്ലപ്പൂ വെതറിയ പോലെയാണ് പുഴു ഈ സ്ത്രീയുടെ മേത്തൂടെ ഇങ്ങനെ ഇരിക്കുന്നത്. 1000-ലധികം ആളുകളുണ്ട്. ഒരു 2000-2500 ആളുകൾ കടന്നു പോയിട്ടുണ്ട്. കണ്ടോറേഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ലൈംഗിക തൊഴിലാളിയിൽ നിന്നും ജീവിതം തുടങ്ങി ഇന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന ഒരാളായി മുനീറ മാറിയിരിക്കുന്നു. അപ്പൊ മുനീറയെ കുറിച്ച് തോന്നുമ്പോൾ മുനീറ എവിടെ ജനിച്ചു? ജനനമാണല്ലോ നമ്മുടെ ആദ്യം നമ്മൾ ചോദിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് പ്ലേസ്, എവിടെയാണ് മുനീറ ജനിച്ചത്? ഞാൻ ഇരിട്ടിയിലാണ് ജനിച്ചത്. അവിടുന്ന് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. മാതാപിതാക്കളുടെ പേര്? ഞാൻ ശരിക്കും ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതാണ്. അച്ഛൻ്റെ പേര് വർഗീസ്, അമ്മയുടെ പേര് തങ്കമ്മ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞാൻ ഒറ്റയൊരു മോളാണ്. ഇരിട്ടി കരിക്കോട്ടക്കഴിക്ക് അപ്പുറം വാളത്തോട് എന്ന് പറയുന്ന സ്ഥലം. ഒറ്റ മകളായിട്ട്. ഞാൻ എടപ്പുഴ സ്കൂളിലാണ് LP സ്കൂളിൽ പഠിച്ചത്. എൻ്റെ അപ്പൻ്റെ നാട് കോട്ടയമാണ്. അവര് കുടിയേറിയതാണ്. അമ്മയുടെ വീട് മാവേലിക്കരയാണ്. പിന്നെ റബ്ബർ ടാപ്പിങ്ങിന്റെ പണിയായിരുന്നു. അപ്പം അങ്ങനെ അവരിവിടെ വന്നതിന് ശേഷം ഞാൻ ജനിച്ചതാണ്. അപ്പം കുറച്ച് ഏജ് ഉണ്ട്. ഞാൻ ജനിക്കുമ്പോൾ നമുക്ക് 45 വയസ്സ് അങ്ങനെ എന്തോ ഉണ്ടെന്നോ ആ സമയത്ത്. അപ്പോൾ പിന്നെ പ്രസവിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഒരു മോളായിപ്പോയത്. അപ്പോൾ ഞാൻ എടപ്പുഴ LP സ്കൂളിലാണ്, സെൻറ്റ് ജോസഫ് LP സ്കൂളിലാണ് LP സ്കൂളിൽ പഠിച്ചു. പിന്നെ കരിക്കോട്ടക്കരി സെൻറ്റ് തോമസ് UP സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിച്ചു. ആ സമയത്ത് എനിക്ക് 9 വയസ്സുള്ള സമയത്ത് അമ്മക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പം നമ്മൾ അന്നൊരു 10 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടായിരുന്നു. ആ വീടെല്ലാം വിറ്റിട്ടാണ് അമ്മേനെ ചികിത്സിക്കുന്നത്. അപ്പം നമ്മുടെ കണ്ണൂർ ജില്ലാസ്പത്രിയിലാണ് അന്ന് നമ്മൾ AKGയിലുണ്ടായ ഒരു കോശി ഡോക്ടറുണ്ട്, മരിച്ചുപോയി. കോശി ഡോക്ടറാണ് ഓപ്പറേഷൻ നടത്തിയത്. അപ്പം അതിനുശേഷം അമ്മേനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇതിൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റിന് വിട്ടു. ആ സമയം ക്യാൻസർ എന്ന് പറയുന്നൊരു രോഗം ആദ്യമായി വന്ന തുടക്ക സമയമാണ്. അങ്ങനെ സുഖമായി വന്നതിന് ശേഷം അപ്പൻ എന്നെ അമ്മേനെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ വേറെ വഴിയില്ലാത്ത സമയത്ത് ഒന്നും അറിയില്ല, കണ്ടിട്ടില്ല. അമ്മയ്ക്ക് സുഖമില്ല, നമുക്ക് കിടക്കാനൊരു വീടെല്ലാം വിറ്റ് കളഞ്ഞു ചികിത്സയുടെ ഭാഗമായി. പിന്നെ അപ്പം നല്ല രീതിയിൽ മദ്യപിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പോയാളെ പിന്നെ കണ്ടിട്ടില്ല. മെഡിക്കൽ കോളേജിലാണെന്നുള്ളത് പോകുമ്പോ അങ്ങനെ അവിടുന്ന് നമ്മളെ നമ്മളെ നാട്ടുകാർ കൂട്ടിക്കൊണ്ട് വന്ന് ഇരുട്ടിയിലേക്ക് വന്നു. നമ്മൾ അവിടുന്ന് ഡിസ്ചാർജായി ഇരുട്ടിയിലേക്ക് വന്നു. ഇരുട്ടിയിലേക്ക് വന്നിട്ട് ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ ആണ് നമ്മൾ താമസിച്ചത്. അങ്ങനെ അവിടെ നിന്ന സമയത്ത് അവരിങ്ങനെ മുസ്ലിംസിൻ്റെ വീട്ടിലല്ല. അപ്പം എൻ്റെ അമ്മക്ക് തോന്നി നമുക്ക് മുസ്ലിം മതം സ്വീകരിച്ചാൽ എന്താണ് എന്ന്. അങ്ങനെ എന്നെയും കൂട്ടിയിട്ട് അമ്മ പൊന്നാനി പോയിട്ടാണ് മുസ്ലിം മതം സ്വീകരിക്കുന്നത്. നന്ദി. അങ്ങനെ മുസ്ലിം മതം സ്വീകരിക്കുമ്പോൾ അവര് അവിടെ എത്തി നമുക്കിങ്ങനെ ഇസ്ലാം ആവണമെന്ന് പറയുന്ന സമയത്ത് അവർ പോയ സമയത്ത് നമ്മളെ ഫസ്റ്റിൽ അവർ ഒരു ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലി കുളിപ്പിച്ച് കഴിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഖുറാൻ ഫുള്ളായിട്ട് നമ്മളെ പഠിപ്പിക്കില്ല, നമുക്കത് പഠിക്കാൻ പറ്റില്ല. അവർ നമ്മളെ നിസ്കാര ക്രമങ്ങൾ നമുക്ക് പൊന്നാനിയിൽ നിന്ന് പഠിപ്പിച്ചു തന്നു. അങ്ങനെ 2 മാസം ഞങ്ങൾ അവിടെ താമസിച്ചു. അങ്ങനെ ആ 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് ഇതേ വീട്ടിൽ തന്നെ താമസിച്ചു. അപ്പോൾ മുസ്ലിംസ് ആളുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വാടക വീടൊക്കെ എടുത്തു തന്ന് നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ജീവിതം തുടങ്ങി. പഠിച്ചു? ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ പഠിക്കാൻ പോവാനുള്ള മടി എന്നുവെച്ചാൽ അല്ല, സമൂഹമല്ല, ഈ അമ്മ തന്നെയാണ്. അമ്മ മുസ്ലിംസിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് ഭിക്ഷ
മേടിച്ച് കൊണ്ടുവന്നിട്ടാണ് എന്നെ നോക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ സാഹചര്യം അങ്ങനെ ആയിരുന്നു. നമുക്ക് നല്ല ഡ്രസ്സ്, യൂണിഫോം, ഇതൊക്കെ അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. ആദ്യത്തെ പേരെന്തായിരുന്നു നിങ്ങളുടെ? എൻ്റെ പേര് ഷൈനി. പിന്നെ അടുത്ത പേരാണ് മുനീറ. പൊന്നാനി എന്നിട്ട് പേരാണോ അത്? നമുക്ക് ഇഷ്ടമുള്ള പേര് സ്വീകരിക്കാം. അമ്മ എന്താ പേരെടുത്ത്? ആമിന. ആമിനയും മുനീറയും മാറി അല്ലേ? അതിനുശേഷം ഇരുട്ടിന്ന് എന്റെ കല്യാണം കഴിച്ചു. എത്രാമത്തെ വയസ്സിൽ? 18 വയസ്സിൽ. ആരാണ് വരനെ കണ്ടെത്തി തന്നത്? അവിടെയുള്ള ആളുകൾ തന്നെ, മുസ്ലിം സമുദായം തന്നെയാണ്. തലശ്ശേരി. ഞാൻ അയാളുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അയാളിപ്പോ ജീവിച്ചിട്ടുണ്ടോ? കാണാറുണ്ടോ? കാണാറില്ല. എവിടെയാ ജീവിച്ചിരിക്കണെന്ന് മനസ്സിലായി? പല കണ്ടിട്ടില്ല, ഞാൻ കാണലുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളെ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ഫീൽഡൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ കാണലുണ്ട്. തുടങ്ങി. അതില് ഒരു മോനായി, പിന്നെ 2 കുട്ടികളായി. 3ാമത്തെ കുട്ടീനെ വിശേഷമായിരിക്കും. അപ്പൊ ഈ അവിടുന്ന് തളിപ്പറമ്പിലേക്ക് താമസം മാറി. തളിപ്പറമ്പിലേക്ക് താമസം മാറി. അപ്പോൾ പിന്നെ ഉമ്മാക്ക് ക്യാൻസർ ഏകദേശം വേറൊരു സ്ഥലത്ത് വന്നിട്ടില്ല. ഒറ്റൊരു സ്ഥലത്ത് വന്നതല്ലാണ്ട് പിന്നെ വേറെ എവിടെയും പടർന്ന് പിടിച്ചിട്ടില്ല. അപ്പം അത് റേഡിയേഷനൊക്കെ ചെയ്തു, നല്ല രീതിയിലായി. അപ്പം പിന്നെ ഇപ്പം നമുക്കറിയാലോ, ഈ പ്രസവത്തിന്റെ പണിക്ക് ഉമ്മ പോവാൻ തുടങ്ങി. അങ്ങനെ തളിപ്പറമ്പിൽ വരുന്നു, ഉമ്മയുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാകുന്നു, നിങ്ങൾ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു. ജീവിത പങ്കാളിയായിട്ട് വന്ന ആൾക്ക് എന്തായാലും ജോലി എന്തായാലും? അയാള് മത്സ്യത്തിന്റെ പണിയായിരുന്നു. മത്സ്യത്തൊഴിലാളിയായിട്ട് പോകും. നിങ്ങൾ വീട്ടില് ഉമ്മയെ നോക്കി നിങ്ങൾ വളരെ ഉമ്മ ജോലിക്ക് പോകും, ഉമ്മയും ഭർത്താവും ജോലിക്ക് പോകും, നിങ്ങൾ വീട്ടില് മക്കളെ നോക്കിയിരിക്കും. ഇനി എന്ത് സംഭവിക്കും? അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് 3ാമത്തെ കുട്ടീനെ വിശേഷമായിരിക്കുന്ന സമയത്ത് ഇയാള് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. അല്ല, അയാള് ഒരു മാർക്കറ്റില് മത്സ്യത്തിന്റെ ലോഡിന്റെ പണിയാണ്. പിന്നെ അയാൾ വന്നിട്ടില്ല. പിന്നെ ഞാൻ മോളെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട്, അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അമ്മാവനാണ് എന്നെ കാണാൻ വരുന്നത്. ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോവുക ചെയ്യുന്ന മുനീറ എതിരൊന്നും നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അപ്പം ഇയാളെ അങ്ങനെ എന്നെ മര്യാദയ്ക്ക് നോക്കലോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ഞാൻ എനിക്ക് 4 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ പോകുന്നതാണ്. പിന്നെ ഈ 2 കുട്ടികളെയും അയാളെ വീട്ടുകാര് മലപ്പുറക്കാരാണ്. അപ്പം അയാൾ അനിയനൊക്കെ എന്നെ കല്യാണം കഴിച്ചത് ഇഷ്ടമായിട്ടില്ല. അപ്പം അങ്ങനെ എന്തോ പ്രശ്നം, അങ്ങനെ വേറെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ അയാൾ പോയിട്ട് പിന്നെ അയാൾ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അപ്പം ഉമ്മ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ 4 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോയതിന് ശേഷം പ്രസവിച്ച് മോക്ക് 4 മാസം കഴിഞ്ഞേരെയാണ് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അമ്മാവൻ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് എൻ്റെ ഉമ്മ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. 2 കുട്ടികളെ നോക്കണം, ഒരു ഗർഭിണിയായ മോളെ നോക്കണം. പ്രസവത്തിന് ആസ്പത്രിയിൽ പോയി നിൽക്കുമ്പം വേറെ ആരും സഹായിക്കാനില്ല. ഈ 2 കുട്ടികളെയും കൊണ്ടാണ് ആസ്പത്രിയിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രസവം എല്ലാം നോക്കുന്നത്. തളിപ്പറമ്പ് ആസ്പത്രിയിൽ നിന്ന്, ഗവൺമെൻറ് ആസ്പത്രിയിൽ നിന്ന് പ്രസവിക്കുന്നത്. അങ്ങനെയെല്ലാം നോക്കി. അപ്പോൾ പിന്നെ ഇയാൾ വന്ന് പറയുമ്പോൾ ശരിക്കും എനിക്കതൊരു ഷോക്കായിരുന്നു. എനിക്ക് ഇയാളോട് ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ ഗർഭിണിയാന്ന്, എനിക്ക് പോവാൻ പറ്റുന്നില്ല. പിന്നെ ഉമ്മ ഒരു ദിവസം അതിന് മെനക്കെട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം പട്ടിണിയാവും. അപ്പം പിന്നെ ഇയാൾ വന്ന് പറഞ്ഞ്, അപ്പൊ അതിന് ശേഷം പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. 3 മക്കളായി. 2 പെൺകുട്ടികളും ഒരാളും. ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ 4 ആണ്. 4ാമത്തെ ആൾ ആരുടെയാണ്? ഇത് 25 വർഷം മുമ്പ് ഈ ഒരു തൊഴിലില് ഞാൻ കണ്ണൂർ ടൗണിലെത്തിയാല്. എങ്ങനെ ഈ തൊഴിലിലേക്ക്, ഒരു ലൈംഗിക തൊഴിൽ, ഇപ്പം 3 മക്കളായി അയാൾ ഉപേക്ഷിച്ചു പോയി. അത് ഈ ഒരു തൊഴിലില് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഈ ഒരു തൊഴിലിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരാളാണ്. അയാൾ പിന്നെ എന്നോട് പറഞ്ഞ്, ഈ ഒരു തൊഴിൽ ചെയ്യണ്ട, ഞാൻ എൻ്റെ മരണം വരെ നിങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങളെ നോക്കും എന്നുള്ള രീതിയിൽ, നിന്നെ ഞാൻ സംരക്ഷിക്കും എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ കൂടി. അയാളിൽ ഉണ്ടായതാണ് ഇപ്പോൾ.
നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട്. നിയമപരമായിട്ട് വിവാഹം കഴിച്ചു? ഇല്ല. ഇല്ല. നിയമപരമായിട്ട് ഇല്ല. ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുന്നു. 25 വർഷമായി ഒന്നിച്ച് ജീവിക്കുന്നു. അപ്പൊ ആ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 19 വയസ്സ്. 19 വയസ്സുണ്ട്. അദ്ദേഹം എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് വന്നു പെടുന്നത്? അയാള് ഭാര്യയും മക്കളും വേറെ ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. ഒരു ചെറുപ്പക്കാരൻ. നിങ്ങളുടെ പ്രായമാണോ? നിങ്ങളൊക്കെ പ്രായം കൂടുതലാണോ കുറവാണോ? എന്നെക്കാൾ ഒരു 6 വയസ്സിന് ഇളയതാ. ഇളയത്. അത് വന്നിട്ട് എങ്ങനെയാ നിങ്ങളോട് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. എവിടെയാ കൊണ്ടുപോയത് അദ്ദേഹം നിങ്ങളെ? ടൗണിൽ തന്നെ നമ്മൾ ടൗണിൽ തന്നെ ഉള്ളൊരു സ്ഥലത്ത് എവിടെയോ കൊണ്ടുപോയി. അതിനുശേഷം പിന്നെ എന്നോട് ഈ ഒരു തൊഴിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വാടകയ്ക്ക് വീടൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ 25 വർഷം. തൊഴിൽ നിർത്തി 25 വർഷം. എത്ര വർഷം മൊത്തം ഈ തൊഴിൽ ചെയ്തു? ഒരു 10 വർഷത്തോളം ചെയ്തിട്ടുണ്ട്. എത്ര പേര് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും ഈ 10 വർഷത്തിൽ? ഒരു 2000-2500 ആളുകൾ കടന്നു പോയിട്ടുണ്ട്. സാഡിസ്റ്റുകളും സ്നേഹമുള്ളവരും ഒക്കെ ആയിട്ട്. ഇദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ അത് നിർത്തി. പിന്നെ ഇവരെ സംരക്ഷണ ചുമതലയിലേക്ക് ഈ തെരുവിൽ കഴിയുന്നവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം. അപ്പം ഇങ്ങനെ 2004 ചോല രൂപീകരിച്ചു. അപ്പോൾ ചോലയിൽ സാധാരണ ഒരു മെമ്പറായി വന്നു. അതിനുശേഷം 2006 ആകുമ്പോഴേക്ക് ചോലയുടെ സെക്രട്ടറി ആയി. 2011 ചോലയുടെ പ്രസിഡൻ്റായി. എത്ര വർഷമായി പ്രസിഡന്റ് പദവിയിൽ? 11 ഇപ്പം 25 അല്ലേ? 14 വർഷമായി ചോല എന്ന ലൈംഗിക തൊഴിലാളികളുടെ സംഘടനയുടെ പ്രസിഡന്റാണ്. ഈ സുരക്ഷയുടെ ഡയറക്ടർ പദവിയിൽ എപ്പോഴാണ് എത്തുന്നത്? 11 തന്നെ. അതിൽ തന്നെ വന്നു. ആ ഡയറക്ടർ പദവിയിലും 11 വർഷമായിരിക്കും. ഈ 2 പദവിയും കൊണ്ടു നടക്കുന്നു. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 2011 അന്നത്തെ സുപ്രീം കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവൻ സാറിൻ്റെ അടുത്ത് നിന്ന് ആന്ധ്ര ഹൈക്കോടതിയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ സെക്സ് വർക്കേഴ്സിന് നിയമസഹായം കൊടുക്കുന്ന സംഘടന എന്നുള്ള ലെവലിൽ അവാർഡ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു 7ാം ക്ലാസ്സുകാരിയാണ് ഈ പണിയെല്ലാം എടുക്കുന്നത് അല്ലേ? അവാർഡ് കിട്ടി. അപ്പൊ ഈ നിങ്ങളുടെ ഈ സുരക്ഷയുടെ ഡയറക്ടർ പദവിയിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെ പണിയെടുക്കുന്നു? അതിനകത്ത് ആരൊക്കെയാണ്? ലൈംഗിക തൊഴിലാളികളുണ്ട്, പിന്നെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നവരതിനകത്ത് തോന്നുന്നു. അത് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ നമ്മളെ പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഫീമെയിൽ സെക്സ് വർക്കേഴ്സിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ആൾ അവർ ഒരേ സിറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെയാണ് അവരുടെ ഇടയിലേക്ക് HIV പിടിപെടുന്നത്. അങ്ങനെ കണക്ട് സുരക്ഷ എന്തൊക്കെയാണ് ലൈംഗിക തൊഴിലാളികൾക്ക് നിങ്ങൾ നൽകുന്നത്? എന്തൊക്കെ സേവനങ്ങളാണ്? അവരെ കോണ്ടം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കണം. കൗൺസിലിങ്, HIV പരിശോധന, ലൈംഗിക രോഗ ചെക്കപ്പ് 1 വർഷത്തിൽ 2 പ്രാവശ്യം. മുൻപ് നമ്മൾ ജീവന സംസ്കൃതിയിൽ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ആളുകളെ നമ്മളെ ഗ്രൂപ്പിൽ നിലവിലുള്ളൂ. അതിൽ 1 വർഷമായി. ഒരാളും കൂടി മരണപ്പെട്ടു. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലിസ്റ്റിൽ 4 ഇപ്പോൾ ഉള്ളത്. 13 പേര്. അത് എന്തോ അവരെ ആ ഒരു ബോഡിയുടെ ഒക്കെ അടുത്ത് കണ്ടിട്ട് നമുക്ക് ശരിക്കും ആരോ കൊലപാതകം നടത്തിയ രീതിയിലാണ്. ഇല്ല ഇല്ല, അവരെന്തോ കഴുത്തിരിച്ചുള്ളൂ, അങ്ങനെ എന്തോ ചെയ്തതാണ്. ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് വേറെ എന്തെല്ലാണ്? ഈ സുരക്ഷ അല്ലാതെ അവർക്ക് നേരെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ പ്രതികരിക്കുക, പിന്നെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, പിന്നെ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. അതിന് സ്റ്റാഫൊക്കെ നല്ല വില്ലിങ് ആണ്. നമുക്ക് ഒരു പ്രൊജക്ട് മാനേജർ, ഒരു കൗൺസിലർ, 2 ആൾ MSWക്കാരാണ്, പിന്നെ ഒരു അക്കൗണ്ടന്റ്, പിന്നെ ഔട്ട്റീച്ച് വർക്കേഴ്സ് 4 ആൾ. അപ്പോൾ ഇവരുടെയൊക്കെ സാലറി എങ്ങനെയാണ്? സെൻട്രൽ ഗവൺമെന്റ് ആയതോട് കൂടിയിട്ട് നമുക്ക് സാലറി എല്ലാം ഗവൺമെന്റ് കൊടുക്കും. 7 ആളും. പിന്നെ ഈ ഔട്ട്റീച്ച് വർക്കറുടെ കീഴിൽ ഈ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ നിന്ന് തന്നെ പിയർ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ എടുക്കുന്നുണ്ട്. അത് 10 ആണ്. അപ്പോൾ മൊത്തം 17 പേര് ഈ ഡയറക്ടറേറ്റിൽ 17 പേര് പ്രവർത്തിക്കുന്നുണ്ട്. പ്രസിഡന്റ് എന്ന നിലക്ക് 500 പേർ നിങ്ങളുടെ മെമ്പർമാരായിട്ടുണ്ട്. ഇപ്പൊ എത്ര ലൈംഗിക തൊഴിലാളികൾ ഉണ്ടാവും കണ്ണൂർ ജില്ലയിൽ? 1000-ലധികം ആളുകളുണ്ട്. ഈ 500 പേര് മാത്രമേ ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളൂ. ഈ ചില ആളുകൾ ഇതിലേക്ക് ഈ പ്രോഗ്രാമുമായിട്ട് ഈ സുരക്ഷാ പദ്ധതിയുമായിട്ട് കുറേ അടുത്ത് കഴിഞ്ഞാൽ അവർ മെമ്പർഷിപ്പിലേക്ക് വരുള്ളൂ. അല്ലാണ്ട് ഈ അവരെ വിചാരം ഈ ചോല എന്ന് പറയുന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ
ഫോട്ടോ ഒക്കെ എവിടെയെങ്കിലും കൊടുത്ത് നമ്മൾ ലൈംഗിക തൊഴിലാളികളാണെന്നൊക്കെ പറയുമോ, അങ്ങനെയൊക്കെയുള്ള പേടികളുണ്ട്. ആ പിന്നെ ഇപ്പൊ കൂടുതലും മൈഗ്രൻസ് ആണ് വരുന്നത്. നമ്മളെ കൽക്കട്ടക്കാര്, ഒറീസക്കാര്, വെസ്റ്റ് ബംഗാളുകാര്, അങ്ങനെയൊക്കെയുള്ള നമ്മൾ സുരക്ഷാ പദ്ധതിന്റെ ഭാഗമായിട്ട് അവർക്ക് സർവീസുകൾ കൊടുക്കുന്നുണ്ട്. കോണ്ടം കൊടുക്കും, HIV പരിശോധന, 3 മാസം കൂടുമ്പോൾ ലൈംഗിക രോഗ ചെക്കപ്പ് ഉണ്ട്, സിഫിലിസിന്റെ ടെസ്റ്റ് ഉണ്ട്, TB ടെസ്റ്റ് ഉണ്ട്. ഇപ്പം അങ്ങനെ നമ്മുടെ സുപ്രീം കോടതിന്റെ ഓർഡർ 2019 കോവിഡ് കാലത്ത് വന്നതിന് ശേഷം അത് നമ്മൾ ഒരു പുരുഷനും സ്ത്രീയും ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലോഡ്ജിൽ പോകുന്നതിന് സുപ്രീം കോടതി ഒരിക്കലും എതിരല്ല. നമ്മൾ ബ്രോക്കറായിട്ട് നിന്നിട്ട് മാറ്റിയാൽ സ്ത്രീകളെ വെറുതെ വിടും, ഈ ബ്രോക്കേഴ്സിന് കേസ്. അങ്ങനെയാണ് ഇപ്പൊ സംഭവം. ഇനി ഒരു ചോദ്യം, നിങ്ങളെ ഉപേക്ഷിച്ചു പോയ മക്കൾ തിരിച്ചു വന്നു, അവരിപ്പോ എവിടെയുണ്ട്? ഉമ്മ ഉണ്ടോ, മക്കളുണ്ടോ? ഉമ്മ മരിച്ചുപോയി. എത്ര വർഷം മുമ്പ്? ഒരു 10 വർഷമായിട്ടുണ്ടാവും. ഇല്ല. എപ്പോഴാണ് നിങ്ങൾ പിന്നെ കണ്ടുമുട്ടുന്നത്? അതിനുശേഷം ഞാൻ ഈ 4ാമത്തെ മകനെ പ്രസവിച്ച് ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ പോകുമ്പോൾ ഉമ്മ കാണാൻ സമ്മതിക്കില്ല. കുട്ടികളുടെ അടുത്ത് എന്നെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് കുട്ടികൾ എന്നെ കാണുമ്പോൾ എന്തോ ഒരു ഭീകരജീവിനെ കാണുമ്പോൾ ഓടിപ്പോകില്ല, അതേപോലെ കുട്ടികൾ എന്നെ കാണുമ്പോൾ ഓടി ഒളിക്കൽ, അങ്ങനെയൊക്കെയായിരുന്നു. എനിക്ക് ശേഷം ചെറിയ ആള് ഒരു 6-7 വയസ്സുള്ള സമയത്ത് ഉമ്മ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് തുടങ്ങി. അങ്ങനെ കണ്ണൂര് വന്നിട്ട് ആരോടൊക്കെയോ ചോദിക്കുമ്പോൾ, എന്നെപ്പറ്റി ചോദിക്കുമ്പോൾ, ഒരു ഓണസമയമാണ്, ഓണത്തിൻ്റെ സമയം. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ ഓണത്തിന് പൂക്കച്ചവടം ചെയ്യും. അപ്പോൾ പൂക്കച്ചവടം ചെയ്യുന്ന അവരെ മുനീർ നൗഷാദിൻ്റെ പേരും എൻ്റെ കൂടെയുള്ള ആളെ പേരും പറഞ്ഞിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഉമ്മ വന്നു, എന്നോട് സംസാരിച്ച് അന്ന് എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് പിറ്റേന്ന് കുട്ടികളെയൊക്കെ എല്ലാവരും വിളിച്ച് അടുപ്പിച്ച്. അതിന് ഉമ്മാൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. പുള്ളിക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുത്താൽ, ചെറിയ കുട്ടികളെ ഒരു പ്രായമാകുമ്പോൾ അങ്ങനെയാണ്, മക്കളോടൊക്കെ അടി കൂടുമ്പോൾ, രണ്ടാമത്തെ മോളോടൊക്കെ ഇങ്ങനെ അടി കൂടുമ്പോൾ ഓരോ ഇറങ്ങിപ്പോയി കളയും. അപ്പോൾ മറ്റുള്ള മക്കളോട് പറയും, ഇവിടെ നിൽക്കണം, നമുക്ക് പോകാമെന്ന്. അപ്പോൾ എൻ്റെ മൂത്തത് മോനാണ്. ഒരിക്കൽ അങ്ങനെ മോനെ വിളിക്കുമ്പോൾ മോൻ പറഞ്ഞ്, ഉമ്മാവ പോകുന്നുണ്ട്, പോയിക്കോ, നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളെല്ലാവരും എൻ്റെ അടുത്തായി. രണ്ടാമത്തെ ജീവിത പങ്കാളി അവരെല്ലാം സ്വീകരിച്ചു. നല്ല ഹാപ്പി ആയി. മക്കളൊക്കെ എവിടെയുള്ളത്? ഒരാൾ വിദേശത്താണ്, മൂത്താൾ വിദേശത്താണ്. 2 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു. മൂത്ത മോള് സ്വന്തം വീടെടുത്ത് വീട്ടിൽ കൂടിയിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ചെറിയ ആള് ഇപ്പം ജോലിക്ക് പോകുന്നു. ഹാപ്പിയാണ്. 25 വർഷം മുമ്പ് തൊഴിൽ നിർത്തിയത് വളരെ നന്നായി, അല്ലെങ്കിൽ തെരുവിൽ കിടന്ന് ചിലപ്പോൾ തീർന്നു പോയത് അല്ലേ? സമയം തീരുകയാണ്. പ്രേക്ഷകരെ വളരെ ആത്മസംതൃപ്തിയോട് കൂടിയാണ് ഈ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ 15 വർഷം മുമ്പ് മുനീറെ കാണുമ്പോൾ ഉള്ള മുനീറയല്ല ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. ആ ലൈംഗിക തൊഴിലാളിയിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനത്തിൽ 17 പേരുടെ ഹെഡായി ഡയറക്ടർ പദവിയിൽ ഇരുന്നുകൊണ്ട് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. 500 ലൈംഗിക തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് മുനീറ സക്സസ് സ്റ്റോറിയിൽ നമ്മളോട് സംവദിക്കുന്നത്. മാറാൻ നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് മാറാം. അത് ലൈംഗിക തൊഴിലാളിയാണെങ്കിലും, ലഹരിക്ക് അടിമപ്പെട്ടവനാണെങ്കിലും, മോശം സ്വഭാവമുള്ള ലൈംഗിക വൈകൃതമുള്ളവനാണെങ്കിലും, മാനസിക വൈകൃതമുള്ളവനാണെങ്കിലും മാറാൻ നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് മാറാം. 25 വർഷം മുമ്പ് തന്നെ സ്നേഹിക്കാൻ ഒരാൾ വന്നപ്പോൾ, ചേർത്ത് പിടിക്കാൻ ഒരാൾ ആ കൈ പിടിച്ച് മുനീറ ജീവിതത്തിലേക്ക് നടന്നു കയറി, തിരിച്ചു കയറി. ഇന്ന് മക്കളൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ മുഖത്ത് കാണുന്ന ഒരു സംതൃപ്തിയുണ്ട്. തൻ്റെ സഹപ്രവർത്തകരായിരുന്ന ലൈംഗിക തൊഴിലാളികൾ തെരുവിൽ തീർന്നപ്പോൾ അത് കണ്ടുനിന്ന പുഴുവരിച്ച മൃതദേഹങ്ങൾ കണ്ടുനിന്ന അനുഭവം മുനീറ നമ്മോട് പങ്കുവച്ചു. ഇപ്പോഴും സക്സസ് സ്റ്റോറിക്ക് പറയാനുള്ളത്, മാറാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ വലിയൊരു ലോകം തുറന്നു കിടക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുനീറ എന്ന സുരക്ഷയുടെ ഡയറക്ടർ. പ്രേക്ഷകർക്കും അപ്പം മുനീറയ്ക്കും സക്സസ് സ്റ്റോറിക്ക് നന്ദി, നമസ്കാരം.